ഇത് കണ്ടില്ലെങ്കിൽ ഇന്ത്യ കണ്ടില്ല എന്നാണ് പലരും പറയാറുള്ളത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഞാൻ ചെലവഴിച്ചത് കർത്തവ്യപഥിലായിരുന്നു. രാജ്യതലസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. കൃത്യം 10 മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിച്ചു. രാജ്യം ഉറ്റുനോക്കുന്ന നിമിഷങ്ങൾ. പരിപാടികളുടെ തുടക്കം ഇങ്ങനെയാണ്. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം സമർപ്പിക്കുന്നു. തുടർന്ന് 2 മിനിറ്റ് മൗനാചരണം. തുടർന്ന് നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു കുതിരവണ്ടിയിലെത്തി സേനയുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ഡിക്കോസ്റ്റ എന്നിവരായിരുന്നു ഇത്തവണത്തെ മുഖ്യ അതിഥികൾ. ആത്മനിർഭർ ഭാരത് എന്ന തീമിനെ അടിസ്ഥാനമാക്കി 30ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടാബ്ലോകളും അരങ്ങേറി. കുടുംബശ്രീയും വാട്ടർ മെട്രോയുമായിരുന്നു കേരള ടാബ്ലോയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2500ഓളം കലാകാരന്മാരുടെ നൃത്തച്ചുവടുകൾ. അക്ഷരാർത്ഥത്തിൽ വർണ്ണങ്ങളുടെ ആഘോഷങ്ങളുടെ ഉത്സവം. പിന്നീട് ആകാശം പ്രകമ്പനം കൊണ്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ 29 വിമാനങ്ങൾ ആകാശത്ത് ത്രിവർണ്ണ വിസ്മയം തീർത്തു. പക്ഷേ ആവേശം അവിടെ അവസാനിച്ചില്ല. തുടർന്ന് ഇന്ത്യൻ ആർമിയുടെ പരേഡുകൾ, മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ, ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന ശ്വാസം മടക്കി പിടിച്ച് കണ്ടിരുന്നു പോകുന്ന പ്രകടനങ്ങൾ. അടുത്ത വർഷം ഈ വിസ്മയം നിങ്ങൾക്കും നേരിൽ കാണാം. ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ. റിപ്പബ്ലിക് ദിന പരേഡ് നേരിൽ കാണാൻ ടിക്കറ്റ് ലഭിക്കാനായി amtran.mod.gov.in എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. ടിക്കറ്റ് നിരക്ക് വെറും 100 രൂപയിൽ താഴെ. ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് ബുക്കിങ്ങിൻ്റെ സമയം. ശ്രദ്ധിക്കേണ്ടത് ID കാർഡ്, പാസ്, ഫോൺ എന്നിവ മാത്രമേ കയ്യിൽ കരുതുവാൻ പാടുള്ളൂ. നമ്മുടെ ബാഗോ മറ്റുള്ള കാര്യങ്ങളോ അനുവദിക്കില്ല. ജയ് ഹിന്ദ്. 2027 റിപ്പബ്ലിക് ദിന പരേഡിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ.